ഈ ആഴ്ചയിലെ കണ്ടന്റ് മുഴുവൻ ഞാനായിരിക്കും അല്ലയോ അക്ബറെ. ഇന്നലെ നിങ്ങളെല്ലാവരും എപ്പിസോഡ് കണ്ട സമയത്ത് ലൈവില് നമ്മുടെ നെവിൻ മോൻ അക്ബറിനോട് ചോദിക്കുന്ന ചോദ്യമായത്. കൂടാതെ ഇന്നലെ പാതിരാത്രിയിൽ ലൈവിൽ ഞാനൊരു സംഗതി കണ്ടു. വേറൊന്നുമല്ല, നമ്മുടെ ആര്യൻ മോനും നമ്മുടെ അക്ബറും കൂടെ സാബുമാനെ പിടിച്ചിരുത്തിയിട്ട് വെളുപ്പിക്കാനുള്ള ശ്രമം. നെവിൻ നേരത്തെ കിടന്നുറങ്ങി. നെവിൻ്റെ കട്ടയും പടമൊക്കെ ഏതാണ്ട് മടങ്ങിയിട്ടുണ്ട്. നേരത്തെ അതുകൊണ്ട് കൂട്ടിക്കയറി കിടന്ന് ഉറങ്ങി. പക്ഷെ അക്ബറും ആര്യനും അയ്യോ വെളുപ്പീരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാനവാസൊക്കെ നിലത്ത് വീണ് കിടന്നപ്പോൾ പുള്ളിക്ക് ഇച്ചിരി ശുദ്ധവായു കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആ സമയത്ത് പുള്ളി അടുക്കലോട്ട് പോകാതിരുന്നത്. പുള്ളി എന്നിട്ട് അവിടുന്ന് മറ്റേ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓടിച്ചെന്ന് പിടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ആദില ഞങ്ങളോട് വഴക്കുണ്ടാക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് ആദിലയുടെയും അനുവിൻ്റെയും നൂറയുടെയൊക്കെ തലയെ കൊണ്ടുവന്ന് ഇടുകയാണ് ഇവന്മാരുടെ മേളിലുള്ള കുറ്റം. ഇന്നലെ നമ്മുടെ ആരെയാണ് അനുമോളെ ഇവൻ തല്ലുന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ? നമ്മുടെ ആര്യൻ മോൻ ബിഗ് ബോസിന്റെ സ്വന്തം ആള്. പക്ഷെ ബിഗ് ബോസിന്റെ സ്വന്തം ആളെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്നലത്തെ ടാസ്കിൽ 6ാമത്തെ ടാസ്കിൽ ബിഗ് ബോസ് ആര്യനെ എടുത്തൊന്ന് കുടഞ്ഞു. അവന്റെ തെമ്മാടിത്തരം ആദ്യമായിട്ട് ബിഗ് ബോസ് ചോദ്യം ചെയ്തു. അതിനൊരു പെരുത്ത് നന്ദി. അപ്പൊ എന്താണെങ്കിലും ഇന്നലെ പാതിരാത്രിയിൽ നടന്ന കുറച്ച് കാര്യങ്ങളും കൂടാതെ ഇന്നലത്തെ എപ്പിസോഡിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ രാത്രി ലൈവിൽ നടന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ചർച്ച ചെയ്ത് തുടങ്ങാം അല്ലെ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എപ്പിസോഡിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. കാരണം ഇന്നലെ എപ്പിസോഡ് തീരുമ്പോൾ കാണിച്ച കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ ആര്യന്റെ ഒരു കുൽസിതത്തെ പറ്റി നമ്മുടെ നൂറ സംസാരിക്കുന്നത്, അതിന്റെ കുറച്ച് ബാക്കി ഭാഗങ്ങൾ നമ്മുടെ ലൈവിലുണ്ടായിരുന്നു, കുറച്ചും കൂടെ കൂടുതലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പറയണമെങ്കിൽ ലൈവ് നമുക്ക് ലാസ്റ്റ് പറയാം. ലൈവിൽ നടന്ന കാര്യങ്ങൾ എപ്പിസോഡിൽ നിന്ന് തുടങ്ങാം. അപ്പൊ എപ്പിസോഡിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ അനീഷേട്ടന്റെ നല്ല മനസ്സാണ്. നല്ല മനസ്സ് അനീഷ് മനസ്സ് ആ ഒരു മൂഡായിരുന്നു. കാരണം ഒന്നുമല്ല, അനുമോള് മറ്റേ ആ പിങ്ക് സോഫയുടെ പുറകെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഏതാണ്ട് 6:30 അനീഷേട്ടൻ ചെന്നിട്ട് അനുമോളെ ഇവിടെ കയറി കിടക്കും മോളെ, താഴെ കിടന്നെങ്കിൽ നിന്റെ കാലൊക്കെ മരവിച്ച് പോകും മോളെ, എന്തിനാണ് ഇങ്ങനെ വാശി കാണിക്കുന്നതെന്നൊക്കെ പോയിട്ട് അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട്. പാവം മനുഷ്യൻ കേട്ടോ. എനിക്ക് സങ്കടം തോന്നി. അനീഷേട്ടൻ്റെ ആ ചോദ്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ അടുക്കെ പോയിട്ട് വേറെ ആരും അത് ചെയ്തില്ലല്ലോ. പിന്നെ ഇപ്പൊ കുറെ പേര് പറയും അത് ഫേവറിറ്റിസം ആണെന്ന്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പുള്ളി അങ്ങനെ അനുമോളോട് മാത്രം ഫേവറിറ്റിസം കാണിക്കുന്ന കണക്കോ അല്ലെങ്കിൽ ആദിലോട് മാത്രം കാണിക്കുന്ന കണക്കോ നൂറയോട് കാണിക്കുന്ന എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പുള്ളി എല്ലാവരോടും ഒരേപോലെ സ്നേഹം കാണിക്കാറുള്ളതാണ് ഞാൻ കാണാറുള്ളത്. നിങ്ങളെന്താ കാണാറുള്ളത്? താഴെ കമന്റ് ബോക്സിൽ പറയുക. എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്നേഹമുണ്ട്, അനുമോളോടൊക്കെ ഒരു സ്നേഹമുണ്ട്, ഇല്ല എന്നല്ല. അനുമോളോടുള്ള അത്രയും സ്നേഹം ചിലപ്പോൾ നെവിനോട് കാണണമെന്നില്ല, അല്ലെങ്കിൽ അക്ബറിനോട് കാണണമെന്നില്ല. പക്ഷെ എന്നാലും നാളെ അവന്മാരാണ് അവിടെ കിടപ്പ് കിടന്നതെങ്കിലും അനീഷ് ചെല്ലുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഇത്രയും ദിവസം കൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഷോ വഴി, ഈ ഗെയിം വഴി, നേരിട്ടല്ലേ. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ രാവിലെ നടക്കുന്നുണ്ട്. അതിനുശേഷം 8 മണിക്ക് പാട്ടൊക്കെ ഇട്ട് എല്ലാവരും തുള്ളിച്ചാടി കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മുടെ കിച്ചണിലാണ്. കിച്ചണിൽ മറ്റേ അക്ബറിക്ക പാത്രം വൃത്തിയല്ല കേട്ടോ, പാത്രം ഒന്ന് വൃത്തിയാക്കി തരണം അനുമോളെ, പാത്രം ഒന്ന് വൃത്തിയാക്കി തമ്മോളെ. ഉടനെ അനുമോള് പറയുന്നുണ്ട് രാവിലത്തെ ഡ്യൂട്ടി എൻ്റെ അല്ല ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അനുമോളൊക്കെ പോകുന്നുണ്ട്. ഷാനവാസ് അവിടെ നിന്ന് പറയുന്നുണ്ട് കഴുകി വെച്ച പാത്രം വീണ്ടും അത് ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല. ഞാൻ ഇതിനെ വളരെ വ്യക്തമായിട്ടൊരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ ലൈവിൻ്റെ അപ്ഡേറ്റ് തന്ന സമയത്ത് എൻ്റെ ലൈവ് ഈ ഒരു വിഷയം നടക്കുന്ന സമയത്ത് നമ്മളത് കണ്ടിട്ടൊരു ലൈവ് അപ്ഡേറ്റ് തന്നായിരുന്നല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും പാത്രം എത്ര തവണ കഴുകി വെച്ചാലും ഇപ്പോൾ രാവിലെ തലേദിവസം രാത്രിയിലെ ചായപാത്രമൊക്കെ കഴുകിയിട്ടായിരിക്കും വെക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ രാവിലെ എണീറ്റ് ചായ ഉണ്ടാക്കുന്നതിന് മുമ്പ് ചായപാത്രം ജസ്റ്റ് ഒന്ന് കഴുകും. അത് ഉണ്ടാക്കുന്ന അമ്മയായിരിക്കും കഴുകുന്നത്. അല്ലാതെ തലേദിവസം രാത്രി ഞാൻ കഴുകി വെച്ചെന്ന് വിചാരിച്ച് രാവിലെ ഞാൻ തന്നെ ആയിരിക്കത്തില്ല കഴുകുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണേ, ഉദാഹരണം. ഞാൻ തന്നെ അല്ല, ഞാൻ ചെയ്യാറൊന്നും ഇല്ലടേ, അത് വേറൊരു കാര്യം, എപ്പോഴെങ്കിലും ഒക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, ആരാണെങ്കിലും ഒന്ന് കഴുകും. ഉണ്ടാക്കുന്ന ആൾ ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് കഴുകും. ഇവന്മാർക്ക് അതങ്ങ് ചെയ്താൽ മതി. അപ്പോൾ അവന്മാർക്ക് അത് പറ്റത്തില്ല. കഴുകി വെച്ച ആൾ തന്നെ വന്ന് കഴുകണം. ചൊറിച്ചിൽ അല്ലെങ്കിൽ രാവിലെ ചൊറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവന്മാരുടെ സോക്കേട്. അപ്പം അതിൻ്റെ പേരിൽ അവിടെ രാവിലെ വാക്ക് തർക്കം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ അക്ബർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആരും ഇവിടെ കഴുകണ്ട. അപ്പം അനുമോള് കഴുകാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്, ഷാനവാസും കഴുകാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഉടനെ അക്ബർ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരും ഇനി കഴിക്കണ്ട എന്നൊക്കെ പറയുന്നത്. ഏതാണ്ട് അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ആണല്ലോ അവിടെ വെക്കുന്നത്. അപ്പോൾ ആ ഒരു മോഡലാവും പറയുന്നത്, ഇവിടെ ആരും കഴിക്കണ്ട എന്നൊക്കെ പറയുന്നു. നെവിൻ പറയുന്നുണ്ട് ഈ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, വേണമെങ്കിൽ തലേദിവസമൊക്കെ ഈ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് അവിടെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് ഭക്ഷണം വേണമെന്നുള്ളൊരു യുവമാരുടെ തോന്നിവാസം ഉണ്ടാക്കൽ കാരണം. അപ്പം നെവിൻ അതുകൊണ്ട് പറയുന്നുണ്ട്
തലേദിവസത്തെ ചപ്പാത്തിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ചപ്പാത്തിയും കറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം മരുന്ന് കഴിക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ ആ ചപ്പാത്തി ഉണ്ട്, കറിയുണ്ട്, തൊട്ട് മുക്കി കഴിക്കാം എന്നൊരു ഡയലോഗ് ഇവൻ പറയുന്നുണ്ട്. തൊട്ട് മുക്കി കഴിക്കാം. ഇവൻ്റെ തറവാട്ടിൽ നിന്നാണല്ലോ കൊണ്ടുവന്നേക്കുന്നത്, അതുകൊണ്ടാണല്ലോ പറയുന്നത് തൊട്ടി മുക്കി നക്കട എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. നമ്മൾ പറയുന്ന ഇൻ ദ സെൻസ് ചിലപ്പോൾ ദേഷ്യമുള്ള ആൾക്കാരുടെ വേണമെങ്കിൽ അത് തൊട്ട് മുക്കി നക്കിയാച്ചും പോടാ എന്നൊരു വർത്താനം ഏതാണ്ട് ആ ഫോമിൽ ഇവൻ പറയുന്നതാണൊക്കെ എനിക്ക് തോന്നിയത്. അത് ഇവൻ അവിടെ കാണിക്കണ്ട. എൻ്റെ വീട്ടിൽ ആരെങ്കിലും ചെല്ലുമ്പോൾ ഇവന് വേണമെങ്കിൽ പറയാം, മനസ്സിലായില്ലേ? ആ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവിടെ ഇവന് സെപ്പറേറ്റ് ഒന്നും ഇല്ല. അവിടെ ഉള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവിടെ ഭക്ഷണ സാധനങ്ങളുള്ളത്. അല്ലാതെ നെവിന് മാത്രം ഇന്ന സെപ്പറേറ്റ് മോനിത് കഴിച്ചോ, അരി മറ്റേ എന്താണ് ഏതിൻ്റെയാണ് പവിഴത്തിൻ്റെ അരി നമ്മുടെ നെവിൻ മോന് മാത്രം എന്ന് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അവൻ്റെ ആ ഒരു വർത്താനം എനിക്ക് അതിനോടൊന്ന് യോജിക്കാൻ വയ്യ. ചെക്കട്ടം അടിച്ചാരും ചെക്കിയിട്ട് അടിച്ചാരും പൊട്ടിക്കാനില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ വളർന്നു വന്ന എന്തോ എനിക്കറിയത്തില്ല, വോട്ടവർ ചെയ്തത് അത്ര നല്ല പരിപാടിയല്ല. അവൻ്റെ ഈ ഇങ്ങനെയുള്ള സംസാരങ്ങൾ അതിന് തന്നെ ഒരെണ്ണം കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ പേരിൽ ഈ ഭക്ഷണം അല്ലെങ്കിൽ രാവിലെ ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ പാത്രം കഴുകാത്തതിൻ്റെ പേരിൽ തുടങ്ങിയൊരു ഒരു വഴക്ക് അവസാനം എവിടെ എത്തി? ഷാനവാസ് ആശുപത്രിയിലെത്തി അല്ലേ? അപ്പം ഈ ഒരു പരിപാടി, ഈ ഒരു ഡയലോഗ് ഇവൻ അടിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നൂറയാണ് അവിടെ തുടക്കം ഇടുന്നത്. ഈ നൂറ പറയുന്നു ഭക്ഷണം കറക്റ്റ് സമയത്തൊന്നും കിട്ടുന്നില്ല. നൂറയ്ക്കൊക്കെ തലേദിവസമൊക്കെ തലകറക്കവും വയ്യ, ആർക്കും അവിടെ വയ്യ. അനീഷേട്ടൻ എന്നിട്ട് വാള് വെക്കുന്ന കണ്ടു. ഇവന്മാർ കറക്റ്റ് സമയത്തൊന്നും അല്ല ഭക്ഷണം കൊടുക്കുന്നത്, അത് വേറെ കാര്യം. ഇവന്മാരുടെ തോന്നിവാസമാണ്. ഓക്കെ അവിടെ ടാസ്കിൻ്റെ പുറത്ത് ഇവന്മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാം. പക്ഷെ ഇവന്മാരുടെ വയറ് ഇവന്മാർ നിറയ്ക്കുന്നുണ്ട്, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ തന്നെ കണ്ടു മറ്റേ പാലും ബ്രെഡും കൂടെയൊക്കെ കുഴച്ചിട്ട് ഇവന്മാർ തിന്നുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പം അവർക്കും വിശക്കുന്നുണ്ട്, അവന്മാർ കഴിക്കും, എന്നിട്ട് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി എല്ലാം കൊടുക്കും. ആ ഒരു മോഡാണ്. അതുകൊണ്ട് തന്നെ ഇവന്മാരെ ഈ ടാസ്കിൻ്റെ പുറത്ത് ഇവന്മാർ ഭക്ഷണം ഉണ്ടാക്കാൻ താമസിക്കുന്നു എന്ന് പറയുന്ന സാധനത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അവന്മാരുടെ വയറ് നിറയുന്നുണ്ട്, ഇല്ലെങ്കിൽ അവന്മാരുടെ വയറ് നിറയരുത്. എന്നിട്ട് അവന്മാർ കഷ്ടപ്പെട്ടിട്ടാണ് സമയം കിട്ടുന്ന സമയത്താണ് എല്ലാവർക്കും ഉണ്ടാക്കി ഒന്നിച്ച് കഴിക്കുന്നതെങ്കിൽ ഓക്കെ. ഇതല്ല സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ യോജിക്കാൻ പറ്റുന്നില്ല ഇവന്മാരുടെ ചെറ്റത്തരത്തോട്. എന്താണെങ്കിലും നൂറ അകത്ത് കയറി കുക്ക് ചെയ്യാൻ ആര്യനാണ് പറയുന്നത്, ആ ധൈര്യം ഉണ്ടെങ്കിൽ നീ ഉണ്ടാക്കി കാണിക്കണേന്ന്. നൂറ അകത്തോട്ട് കയറി ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്തേക്ക് പേടിച്ചു പോയി നമ്മുടെ ആര്യനൊക്കെ. ഇനി എല്ലാം എടുത്തോണ്ടങ്ങ് ഉണ്ടാക്കി തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് പാലൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന എടുത്തങ്ങ് മാറ്റുക. ആര്യനല്ല, ഫസ്റ്റ് ഒരു പാക്കറ്റ് ആര്യൻ എടുത്തു, നേരെ നെവിൻ്റെ കൊടുക്കുന്നു. നെവിൻ എന്നിട്ട് അതും കൊണ്ട് വീണ്ടും പോയി അതിനകത്തിരുന്ന വീണ്ടും ഏതോ ഒരു പാക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ഷാനവാസ് വന്നിട്ട് ഇവൻ്റെ നിന്ന് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. ഷാനവാസിന് തട്ടിപ്പറിക്കാൻ റൈറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരുപാട് പേരുടെ ചോദ്യമുണ്ട്. നെവിൻ കഴിഞ്ഞ ദിവസം അനിമോൾ രാത്രി ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ തട്ടിപ്പറിക്കാൻ ചെന്നല്ലോ. അന്ന് ഈ അക്ബർ ഉൾപ്പെടെ ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. അനിമോളെ കുറ്റക്കാരിയാക്കി അവന്മാർക്ക് ഉണ്ടാക്കാൻ കൊടുത്തതാ. അല്ലെങ്കിൽ അവന്മാർ ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് എണീറ്റ് പോയി അവന്മാർക്ക് ബുൾസേ ഉണ്ടാക്കി കൊടുത്തത്. അതിൻ്റെ നന്ദി പോലും അവൻ കാണിച്ചില്ല. പോട്ടെ, അക്ബർ വാര്യന് അതൊക്കെ പോട്ടെ. പക്ഷെ അന്ന് ഇവന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, തട്ടിപ്പറിച്ചത് അത് തെറ്റല്ല, കാരണം അനിമോൾ അത് സ്വന്തമായിട്ട് തിന്നു. ഇവിടെ നിങ്ങൾ ആലോചിക്കണം, അപ്പൊ ഷാനവാസ ചെയ്തത് എന്ത് തെറ്റാ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവന്മാർക്ക് മാത്രം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇവന്മാർക്ക് മാത്രം കുടിക്കാൻ കൊടുത്തിരിക്കുന്ന പാലല്ല. ഷാനവാസ് അത് പിടിച്ചു മേടിക്കാൻ ചെന്നു. ആ സമയത്ത് നെവിൻ ഷാനവാസിന്റെ ദേഹത്തോട്ടാണ് പാലൊഴിച്ചത്. ഷാനവാസ് അല്ല നെവിൻ എന്നിട്ട് ഇന്ന് പറയുന്നത് കേട്ടു നെവിൻ്റെ മുഖത്ത് ഷാനവാസ് ഒഴിച്ചെന്ന്. ഞാൻ കണ്ടത് നെവിനാണ് ഷാനവാസിന്റെ മുഖത്തേക്ക് ഒഴിച്ചിട്ട് ഇത് വലിച്ചു എറിയുന്നു. ആ സമയത്ത് ഷാനവാസ് കയറി പിടിക്കുന്നുണ്ട് പാല്. ഫസ്റ്റ് ഷാനവാസ് കയറി പിടിക്കുമ്പോൾ നെവിൻ്റെ ദേഹത്തും കുറച്ചാവുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ സ്പോട്ടിൽ തന്നെ ആ കയ്യിലുണ്ടായിരുന്ന ബാക്കി പാൽ, ആ കവറിനകത്തുണ്ടായിരുന്ന ബാക്കി പാൽ അതേപോലെ ഷാനവാസിന്റെ മുഖത്ത് ഇവനെ ഒഴിക്കുന്നുണ്ട്, എടുത്തെറിയുന്നുണ്ട്. വ്യക്തമായിട്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഷാനവാസ് അവിടെ വീഴുന്നു, കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയത്ത് നല്ല രീതിയിലുള്ള ഒച്ചയും ബഹളവും. സത്യം പറഞ്ഞാൽ ഞാനവിടെ ശ്രദ്ധിച്ചത് അനീഷേട്ടനെ മാത്രമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ആ പുള്ളി മാത്രം ഒരാളോടും ആ സമയത്ത് ആദില, നൂറ, അനിമോള്, അക്ബർ, ആര്യൻ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചയും ബഹളം അടിയുക. ആ മനുഷ്യനവിടെ നിലത്ത് കിടക്കുക, മനസ്സിലായോ? എടുക്കുന്നുണ്ട്, അവിടെ നിന്ന് എടുത്ത് കുറച്ചങ്ങോട്ട് മാറുമ്പോൾ പുള്ളി അവിടെ വീഴുന്നുണ്ട്, നിലത്തവിടെ കിടക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ അനീഷ് മാത്രമാണ് ഇവന്മാരുടെ ഈ വഴക്കിനകത്തൊന്നും തല വെച്ചിട്ടില്ല. ഷാനവാസ് എനിക്ക് പ്ലീസ് ഷാനവാസ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ അവിടെ ലിറ്ററലി എനിക്ക് മനസ്സിലായത് ശരിക്കും മേടിച്ചു പോയത് അനീഷേട്ടനാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വഴക്കൊന്നും കേൾക്കാൻ അനീഷേട്ടൻ നിൽക്കുന്നില്ല. പുള്ളി എങ്ങനെയെങ്കിലും ഇയാളെ കൺഫെഷൻ റൂമിൽ എത്തിക്കുന്നുണ്ട്. എന്തായാലും കൺഫെഷൻ റൂമിൽ എത്തിച്ചതിന് ശേഷം നെവിൻ പുറത്തു വന്നിട്ടൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? മിസ്റ്റർ ഷാനവാസ് ആണ്. അങ്ങനെയുള്ള സമയത്ത് മാറി നിൽക്കണം എന്നൊക്കെ ഈ മോൻ പറയുന്നത് കേട്ടു.
സത്യം പറഞ്ഞാൽ വേണ്ട, എനിക്കത് വേറെ പിള്ളേരൊക്കെ ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തിനിവൻ അതിനകത്ത് കുറേ പേര് പറയുന്നത് കേട്ടു, നെവിൻ ഗെയിമറാണ്, നെവിൻ്റെ ഗെയിമാണ് കളിക്കുന്നത്. ഇതാണോ ഗെയിം? ഇതാണോ ഗെയിം? ഒരു വയ്യാത്തൊരുത്തൻ്റെ മോന്തക്കലോട്ട് പാലും എല്ലാം കൂടെ കമത്തി വെച്ചിട്ട് അത് വെച്ച് ആ കവറും വെച്ച് അയാളുടെ ദേഹത്തെറിയുന്നതാണോ ഇവൻ്റെ ഗെയിം? അല്ലെങ്കിൽ ഇന്നലെ ഒരു പെങ്കൊച്ച് കിടക്കുമ്പോൾ ആ കട്ടിലെ കൊണ്ടൊന്ന് വെള്ളം കമത്തുന്നതാണോ ഇവൻ്റെ ഗെയിം? അല്ല, ഈ ഗെയിമിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എല്ലാം പോട്ടെ, കുറച്ച് മുമ്പ് ഞാൻ കണ്ടു എപ്പിസോഡിനകത്ത് പേടിച്ച് വിറച്ച്. നിങ്ങൾ രാവിലെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത്, രാത്രി തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പാതിരാത്രിയിൽ കുത്തിയിരുന്ന് കുറേ ലൈവ് കണ്ടതിന് ശേഷം. അപ്പോൾ അതിന് മുമ്പ്, ലൈവിന് തൊട്ട് മുമ്പായി എപ്പിസോഡും കുറച്ച് കണ്ടു. അപ്പോൾ അതിനകത്താണ് ഞാൻ കണ്ടത് പേടിച്ച് വിറച്ചിരിപ്പുണ്ട് ഇവൻ. പേടിച്ച് വിറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളി പോയി. സത്യം പറഞ്ഞ നെവിനിരുന്ന് സംസാരിക്കുന്നതൊക്കെ നാക്കൊക്കെ ഉടക്കി പോവുക. ഇടയ്ക്ക് ഡ്രസ്സൊക്കെ മാറിയത് പറയാം, അതിനെപ്പറ്റി പറയാം. എന്താണെങ്കിലും ഇങ്ങനൊരു ഡയലോഗ് ഇവൻ അടിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കിയത് അയാളാണ്, മിസ്റ്റർ ഷാനവാസ് ആണ്. അങ്ങനെയുള്ള സമയത്ത് അയാൾ മാറി നിൽക്കണം. ഉടനെ ആര്യം പറയുന്നുണ്ട്, എനിക്കുമുണ്ട് ഹെൽത്ത് ഇഷ്യൂസ്, പക്ഷേ ഇമാതിരി ഓവർ ആക്ടിങ് ഒന്നും, ഷാനവാസിന്റെ ഓവർ ആക്ടിങ് ആണെന്ന് പറയുന്നത്, ഡ്രാമയാണെന്നൊക്കെ ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഓവർ ആക്ടിങ് ഒന്നും എനിക്കില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ആ സമയത്ത് നൂറ കയറി പിടിച്ചു. നൂറ പറയുന്നുണ്ട്, ഓവർ ആക്ടിങ് അല്ലേ, നിനക്ക് അയാൾ ആ കിടപ്പ് കണ്ടിട്ട് നിനക്ക് ഓവർ ആക്ടിങ്. ഞാൻ അതിന് ഉടനെ ആര്യൻ മറ്റേ പ്ലേറ്റ് മാറ്റല്ലേ, നീ അങ്ങനെ പറയല്ലേ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞ് ആര്യൻ അവിടെ ഇരുന്ന്, ഒന്നെങ്കിൽ ആര്യന് മലയാളം നന്നായിട്ട് അറിയത്തില്ല, ഇല്ലെങ്കിൽ ഇവന് മലയാളം അറിയത്തില്ല എന്നും പറഞ്ഞ് ഇവൻ മറ്റേ ഇടയ്ക്ക് ഒരു ഡബിൾ മീനിങ് സംസാരമൊക്കെ ഉണ്ട് ഇവൻ്റെ, പറയാം അതിനെ പറ്റിയിട്ട്. അതും പിന്നെ ഇവൻ്റെ ഈ ഓവർ ആക്ടിങ് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട് ഇവൻ പറയുന്നത്. അതായത് ഓവർ ആക്ടിങ്, എനിക്കും ഇത് കണക്കത്തെ ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ട്, പക്ഷേ ഇങ്ങനെ ഓവർ ആക്ടിങ് ഒന്നും ചെയ്യാറില്ലെന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ പറയുന്നത് ഇന്നലത്തെ നൂറയുടെ പരിപാടിയാണെന്ന്. ഇന്നലെ നൂറ തലയിറങ്ങി വീണത് ഉടായിപ്പാണെന്ന് ഇവൻ പറയുന്നത്. മനസ്സിലായില്ലേ? ഇവനും അക്ബറിനും നെവിനും എന്തെങ്കിലും വന്നാൽ അത് മാത്രം സീരിയസ്. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് മൊത്തം ഡ്രാമയും ഓവർ ആക്ടിങ്ങും. എന്താ ഇവന്മാരോട് പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഷോനവാസ് എന്ന് ഞാൻ പറഞ്ഞതല്ല, അത് നെവിൻ പറയുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി പറയാം. അവൻ പറഞ്ഞ എൻ്റെ ചെവിയിൽ ഇങ്ങനെ കിടക്കുക അവൻ്റെ ആ ഡയലോഗൊക്കെ. സത്യം പറഞ്ഞ നിൽക്കട്ടെ അവിടെ. ഷാനവാസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി, ഷാനവാസിനെ മാറ്റിയെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഷാനവാസിനെ വിശദമായി പരിശോധിക്കാനാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, നെവിൻ കൺഫെഷൻ റൂമിലേക്ക് വരാൻ പറയുന്നുണ്ട്. നെവിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, മോനെ ഷാനവാസ് തിരിച്ചു വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ നെവിനുമായിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. ഉടനെ നെവിൻ തിരിച്ചെന്തോ പറയാൻ പോകുന്നു. ബിഗ് ബോസ് അത് കേൾക്കാൻ നിൽക്കുന്നില്ല. ബിഗ് ബോസ് അപ്പം തന്നെ പറയുന്നു, നിനക്ക് പോകാം എന്ന് പറയുന്നുണ്ട്. കലിപ്പാണ് ബിഗ് ബോസ് നെവിൻ്റെ കാര്യത്തിൽ കാനത്ത കലിപ്പാണ്. കാരണം അതുപോലത്തെ പരിപാടിയാണ് ഇവൻ കാണിച്ചു വെച്ചേക്കുന്നത്. ഇപ്പം ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബിഗ് ബോസ് ഇത്രയും കലിപ്പാവണമെങ്കിൽ ലാലേട്ടൻ വരുമ്പം കൊടയേണ്ടതാണ്. എന്താണെങ്കിലും ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അതിനോട് യോജിക്കുമെന്ന് എനിക്കറിയത്തില്ല പ്രിയപ്പെട്ടവരെ. ഇവനെ വെറുതെ അങ്ങ് ഇറക്കി വിടരുത്. ഇവനെ വെറുതെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇവൻ പറയും ഇവന് ഭയങ്കര പുറത്ത് പബ്ലിക്കിൻ്റെ സപ്പോർട്ടാണ്, ഞാൻ ഷാനവാസിനെ തൊട്ടതിൻ്റെ പേരിൽ മാത്രം എന്നെ ബിഗ് ബോസ് പുറത്താക്കിയാണ്. ഇവൻ അങ്ങനല്ല പുറത്ത് വരണ്ടേ. ഇവൻ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അവനെ അടിച്ച് പുറത്താക്കണം. എങ്ങനെ? ജനങ്ങളുടെ വോട്ട് കിട്ടാതെ, വോട്ടില്ലാത്തതിൻ്റെ പേരിൽ അവൻ പുറത്താക്കണം. അപ്പോൾ ലാലേട്ടൻ 2 ഡയലോഗ് ഓടിക്കണം. അതാണ് ചെയ്യേണ്ടത്. ജനങ്ങൾ തന്നെ ഇവന് വോട്ട് കൊടുക്കാതെ ഇവൻ പുറത്ത് പോകണം. അതാണ് ഇവന് സംഭവിക്കേണ്ടത്. ആദ്യമേ ഈ എന്റർടൈനർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ ലാസ്റ്റ് ജനങ്ങളെ വെറുപ്പിച്ച് ഒരു മനുഷ്യനും ഇഷ്ടമല്ലാതെ വോട്ടും കിട്ടാതെയാണ് ഇറങ്ങിപ്പോയത് എന്ന് ഇവന് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളുടെ എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നെവിൻ അക്ബറിനോട് കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട്. ഞാനൊരാളെ ഇൻ്റൻഷ്യലി ഇതുവരെയായിട്ടും ഉപദ്രവിച്ചിട്ടില്ല, അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരാളല്ല എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. പിന്നെ ഇൻ്റൻഷനി അല്ലാതെയാണോ ഇവൻ ഇന്നലെ അല്ല മിനി ഞാൻ നമ്മുടെ അനിമോളുടെ ബെഡിൽ കൊണ്ടുവന്ന് ഇത് മറ്റേ വെള്ളം കൊണ്ടിടുന്നതും പുറകെ നടന്ന് ചൊറിയുന്നതൊക്കെ ഓക്കെ ഗെയിം ആയിക്കോട്ടെ, ഞാനെതിരായിട്ട് അതിനകത്തൊന്നും പറയാൻ നിൽക്കുന്നില്ല. പക്ഷെ ആ വെള്ളം കൊണ്ടൊഴിക്കുന്നതൊക്കെ യോജിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെയാണെങ്കിലും ആ പരിപാടിയോടെയൊക്കെ. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ അനീഷേട്ടനും ഛർദ്ദിക്കുന്നുണ്ട്. എങ്ങനെ ഛർദ്ദിക്കാതിരിക്കും? മര്യാദയ്ക്ക് ഫുഡ് കിട്ടുന്നില്ല. എന്തൊക്കെയാണ് അവന്മാർ ഉണ്ടാക്കി കൊടുക്കുന്നത്? അവന്മാർ മറ്റേ പാലും ബ്രെഡും ഒക്കെ കുഴച്ചടിക്കും ഇടയ്ക്കിടയ്ക്ക്. മനസ്സിലായില്ലേ? അവിടെ ഉള്ള ബാക്കിയുള്ളവർ വേണമെങ്കിൽ അവന്മാർ എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ചുണ്ടാക്കി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലക്കാണ്. കൊള്ളതെങ്കിൽ കഴിച്ചോ, ഇല്ലെങ്കിൽ എടുത്ത് മാറ്റി കിട്ടോ. ഇല്ലെങ്കിൽ ചപ്പാത്തിയും കറിയൊക്കെ എടുത്ത് തലേദിവസം വെച്ചെങ്കിൽ രാവിലെ ചൂടാക്കി. അതൊക്കെ തന്നെ ആയിരിക്കും ഈ മനുഷ്യനൊക്കെ ഛർദ്ദിച്ചുകൊണ്ടൊക്കെ അവിടെ ഇരുന്നത്. കാരണം തലേ ദിവസത്തെ ചപ്പാത്തിയും കറിയൊക്കെ അടുത്ത ദിവസം ചൂടാക്കി തിന്നേണ്ട അവസ്ഥയാണ്. ഒന്നാമത് ഇത്രയും വലിയ ടാസ്കുകൾ നടക്കുക, അതിൻ്റെ ഇടയ്ക്ക് മണിക്കൂറുകളോളാണ് നിൽക്കണ്ടേ ഓരോ ടാസ്കിലൊക്കെ. അപ്പോൾ ഈ തലേ ദിവസത്തെ ഭക്ഷണമൊക്കെ എടുത്ത്
അവസ്ഥ. പുതിയ 3 ക്യാപ്റ്റന്മാർ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമാണല്ലോ 3 ക്യാപ്റ്റന്മാർ. കിച്ചൺ അവന്മാര് ഭരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളായിരിക്കും, ഗതികേട് അവരുടെ. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നെവിൻ അതിൻ്റെ ഇടയ്ക്ക് പോയി ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്. കാരണം ബിഗ് ബോസ് പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ട്. പണി കിട്ടുമെന്ന് പേടിച്ചിട്ടാന്ന് തോന്നുന്നു. ഡ്രസ്സൊക്കെ മാറി നല്ല ഡ്രസ്സിലേക്ക് ഇറങ്ങി പോകുന്നു പറഞ്ഞ് പോയി ഡ്രസ്സൊക്കെ മാറി വന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ടിക്കറ്റ് ടു ഫിനാലെ 5th ടാസ്ക് നടക്കുന്നത്. ഞാനത് പറഞ്ഞായിരുന്നു, മറ്റേ ഒരു സൈക്കിൾ നമ്മുടെ റോള് പോലെ ഒരു റൗണ്ട് പോലത്തേനകത്ത് ബോളിട്ട് കറക്കുന്ന ഒരു പരിപാടി അത് കഴിയുന്നുണ്ട്. നമ്മൾ വിശദമായിട്ട് അതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ ഇനി അതിനെപ്പറ്റി പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ അതിലെന്തായാലും നെവിനാണ് സ്കോർ ചെയ്യുന്നത്. സെക്കൻഡ് നൂറ. ഇതിന് ശേഷമാണ് നമ്മുടെ ആര്യൻ, നെവിൻ, അക്ബർ. ഇവർ 3 പേരും കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് ആര്യൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ ഡ്രസ്സ് നീ ഇട്ടിരിക്കുന്നത്? ഉടനെ നെവിൻ പറയുന്നേ ചുമ്മാ ഇട്ടേക്കുക. ഉടനെ അക്ബർ പറയുന്നു, വിചാരിച്ചു, അതായത് പോകുമെന്ന് ഇവൻ വിചാരിച്ചു, അതുകൊണ്ടാണ് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഇവൻ നേരത്തെ വെച്ചു, നീ അത് കണ്ടില്ലായിരുന്നു ആര്യ എന്ന് പറയുന്നുണ്ട്. പിന്നെ ആദ്യമേ തന്നെ ഇവൻ റൂമിൽ നിന്ന് ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോൾ തന്നെ ആര്യൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഓ പുറത്തേക്ക് പോവുകയാണല്ലേ എന്നൊക്കെ തമാശയ്ക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷേ ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് സീരിയസ് ആയിട്ട് ഇവർ 3 പേരും ഉള്ളപ്പോഴത്തേക്ക് ഈ ചോദ്യം ചോദിക്കുന്നത്. എന്നിട്ട് ആര്യൻ പറയുന്നുണ്ട്, നീ എന്തിനാ പേടിച്ചത് എന്ന് ആര്യൻ ചോദിക്കുന്നു. ഉടനെ നെവിൻ പറയുന്നു, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ വളരെ കൂളല്ലേ എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. കൂള് അത് നമ്മളിന്ന് കണ്ടു, കൂൾ എവിടെയാണെന്ന്. പേടിച്ച് വിറച്ചൊരു മൂലയ്ക്ക് പോയി കിടക്കുന്നതൊക്കെ ലൈവ് കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് നെവിൻ പറയുന്നുണ്ട്, പാല് മൊത്തവും എൻ്റെ ദേഹത്ത് അയാൾ ചീറ്റിച്ചിട്ട് ബാക്കിയുള്ള കവറ് എറിഞ്ഞതിന് ബോധം കെട്ട് വീണ അയാളെ ഞാൻ തല്ലി. ആ ഒരു അങ്ങനെയൊക്കെ ഇവൻ ലിറ്ററലി കിളി പോയ രീതിയിലാണ് സംസാരിക്കുന്നതായിട്ട് ഞാൻ ആലോചിച്ചു. ഇവൻ എന്തു ഈ പറയുന്നത്? ഫസ്റ്റ് അവൻ പറഞ്ഞതന്നെ പാല് മൊത്തം എൻ്റെ ദേഹത്ത് ഒഴിച്ചെന്ന് ഞാൻ ആദ്യമേ കണ്ടതാ, ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. ഷാനവാസ് കയറി പിടിക്കുമ്പോൾ കുറച്ച് പാല് ഇവൻ്റെ ദേഹത്താവുന്നുണ്ട്, ബാക്കി പാല് ഇവൻ അയാളുടെ മുഖത്തേക്ക് ഒഴിക്കുക, എന്നിട്ട് ആ കവർ വെച്ച് എറിയുകയാണ് ഞാൻ കണ്ടത്. എന്നിട്ട് അവൻ ഇരുന്നങ്ങ് വെളുപ്പിക്കാനുള്ള ശ്രമമാണ്. എന്നിട്ട് തള്ളിയതിൻ്റെ പേരിൽ എന്താ തല്ലിയിട്ട് പോകുന്നു. ബിഗ് ബോസ് പറഞ്ഞാൽ ഞാൻ പോകും എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. ബിഗ് ബോസ് പറഞ്ഞാൽ ഞാൻ പോകും. ഉടനെ ആരും പറയുന്നുണ്ട്, ബിഗ് ബോസ് അങ്ങനെ പറയില്ലടാ, അതിനാണ് വാണിംഗ് തന്നത്. ഉടനെ നെവിൻ പറയുന്നു, ബിഗ് ബോസ് പറയില്ല, പക്ഷെ മാനിപ്പുലേറ്റ് ചെയ്യാലോ. ബിഗ് ബോസ് അല്ല, ആ കണ്ടസ്റ്റന്റിന് പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഷോനവാസ് എന്ന് പറയുന്നുണ്ട്. ഷോനവാസ് പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല, ഷോനവാസ്. എൻ്റെ വേണ്ട, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം ഇതാണ് നെവിൻ. എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക, മനസ്സിലായോ? മനസ്സിലാക്കി വെച്ചിട്ട് മാത്രം ഈ ആഴ്ച, ഇനിയും വോട്ടില്ല, കഴിഞ്ഞു, വോട്ടിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ടെന്നാണെങ്കിലും ഈ ആഴ്ച പോരട്ടെ ഇങ്ങ് പുറത്തേക്കെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ലാലേട്ടൻ അല്ലാതെ ബിഗ് ബോസ് അവിടുന്ന് ഇറക്കി വിടരുത്. ഷാനവാസ് തിരിച്ചു വന്നതിന് ശേഷം നാളെയാണെങ്കിൽ പോലും ഇവനെ ഇറക്കി വിടരുത്. നമ്മൾ നാളെ അങ്ങനെ ഒരു കാഴ്ച കാണാൻ ഇടവരാതിരിക്കട്ടെ. ഇവൻ അങ്ങനല്ല വെളി വരണ്ടേ. ഇവൻ ജനങ്ങളുടെ വോട്ട് കിട്ടാതെ ഇവൻ പുറത്തു വരണം. അത് ലാലേട്ടനുള്ളപ്പം വലിച്ചു കീറി ഒട്ടിച്ച് തന്നെ ഇവനെ ഇറക്കി വിടണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് വേറൊന്നും കൊണ്ടല്ല, ജനങ്ങളെ അങ്ങ് എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അത് തലയിൽ കയറ്റി ഭ്രാന്ത് പിടിച്ച ഒരുത്തനായി മാറിയിട്ടുണ്ട് നെവിൻ. ഇവൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം ആദ്യമേ കാണുന്ന വല്ല ബിരിയാണി കടയിലും കയറി ബിരിയാണി ഉണ്ടാക്കുന്നവനെ പിടിച്ച് കടിച്ച് തിന്നുമെന്ന് എൻ്റെ പേടി. സത്യമായിട്ടും ഇവൻ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്ത് കളയും. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ടാസ്ക് 6 വരുന്നുണ്ട്, മറ്റേ ഫിഷിൻ്റെ ആ ടാസ്ക്. ഫിഷിനെ പോലെ മറ്റേ ആ രൂപം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് ഫസ്റ്റ് വന്നിരിക്കുന്ന നമ്മുടെ അനുമോളാണ്. അതിന് ശേഷമാണ് എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം, നമ്മുടെ ആര്യൻ നോക്കിയ കേസ്. അതായത് ടാസ്ക് മറ്റേ ഒരു മാവ് മറ്റേ ഇങ്ങനെ ഒരൊറ്റ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മേളിൽ മാവ് വെച്ചിട്ട് അത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലയിൽ വീഴുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആര്യൻ നൂറയുടെ ആവശ്യമില്ലാതെ നോക്കി, അതാണ് സീൻ. അപ്പം നൂറ ഇപ്പോൾ രാത്രിയിൽ നമ്മൾ ലൈവിലാണത് കണ്ടത്. നിങ്ങൾ എപ്പിസോഡിൽ അത് കാണാനുള്ളൊരു കാര്യം അതാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സംഭവം നമ്മുടെ ഈ ബിഗ് ബോസ് ടാസ്ക് 6ൻ്റെ റിസൾട്ട് അനുമോൾ ജയിച്ചു എന്ന് പറയുന്ന സമയത്ത് ഈ ചെറിയ കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്. അതായത് ഈ ആര്യം പറയുന്നുണ്ട്, എനിക്ക് പാല് നീ താടി, പാല് നിങ്ങൾ താടി, എനിക്ക് ആ ഒരു സാധനം ഉണ്ടല്ലോ പിടിയിട്ടില്ല. എന്നിട്ട് അവനവിടെ കിടന്ന് ഉരുളുന്നുണ്ട്, ആ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന പാല്. ഉടനെ അനുമോളോ നൂറേം കണ്ട് പറയുന്നുണ്ട്, എന്താ നീ വീട്ടിൽ നിന്ന് കൊണ്ടുപോടാ പശുവിനെ കൊണ്ടുപോടാ എന്നൊക്കെ ആ ഒരു സംഭവം ഉണ്ട്. അപ്പം ഇത് നൂറയ്ക്ക് കയറി കത്തി. ഇവനൊരു ഡബിൾ മീനിങ് സംസാരിക്കുന്നതൊക്കെ നൂറയ്ക്ക് അവിടെ കൊണ്ടു. അപ്പം അതും കൂടെ കൊണ്ടു കഴിഞ്ഞപ്പോഴാണ് നൂറ ഈ കേസ്, അതായത് ഈ ടാസ്കിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ നോട്ടം അതും ശരിയല്ലായിരുന്നു. ഇപ്പം ഇവൻ്റെ ഈ വർത്താനം മൊത്തത്തിൽ ഇവനൊരു ഉടായ്പാണോ എന്നൊരു സംശയത്തിൽ ഈ സാധനം പുറത്ത് പറയുന്നത്. അതും വളരെ ലൈറ്റായിട്ട് പബ്ലിക് നമ്മൾ ആരും കേൾക്കാത്ത രീതിയിലാണ് നൂറ ഇതെടുത്ത് ഇടുന്നത്. പക്ഷേ ഇത് പുറത്ത് നിന്ന് സംസാരിക്കുമ്പോൾ, ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ആദ്യം ഇത് അങ്ങോട്ട് കൊടയൊക്കെ മാറ്റി വലിയ ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞ് സീനാക്കുന്നുണ്ട്. ഇവരുടെ 3 പേരുടെ ഇടയ്ക്ക് ഇതിപ്പോൾ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ 3 പേരുടെ ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ബാക്കി പിന്നെ നമ്മുടെ നാട്ടുകാരെല്ലാവരും അറിഞ്ഞല്ലോ.
അപ്പം ഇത് സത്യം പറഞ്ഞാൽ പുറത്ത് പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുത്ത് ആദില തന്നെയാണ്. അപ്പം പറയുന്നുണ്ട്, നൂറ തന്നെ ഓപ്പണായിട്ട് കാര്യം പറയുന്നുണ്ട്. ആ ടാസ്കിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ ഇങ്ങനെ പൊങ്ങി നിന്ന സമയത്ത് ഇത്തിരി അത് ഓൾറെഡി നമ്മുടെ അനുമോള് പറയുന്നുണ്ടായിരുന്നു, അതായത് ഇവളുടെ ഈ നേവൽ ചെറുതായിട്ട് കാണാമെന്ന്. അപ്പം അത് ആര്യനും കണ്ടിട്ടുണ്ടായിരുന്നു. ആര്യൻ പക്ഷേ സൈഡിൽ നിന്നാണ് കണ്ടത്. അവൻ്റെ ആ നോട്ടം കണ്ടപ്പോൾ തന്നെ അവൻ ഇച്ചിരി മോഹമൊക്കെ വെച്ച് വേറെ രീതിയിൽ അറിയാലോ ഇവൻ്റെ ഒരു മോന്തായം വെച്ചിട്ടുള്ള കുറച്ച് പരിപാടി ഉണ്ടല്ലോ. അപ്പം ആ സാധനം ഇവൻ കാണിച്ചപ്പോൾ തന്നെ നൂറ എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചു. അതായത് ഇങ്ങനെയോ അങ്ങനെ എന്തോ ഇവൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഇവൻ പോയി. പിന്നെ സോറി പറഞ്ഞു അവൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടാസ്കിലായതുകൊണ്ട് ഞാനത് വിട്ട് കളഞ്ഞു എന്നാണ് നൂറ പറയുന്നത്. പക്ഷെ അതിലെ അങ്ങ് വിഷയമാക്കി. ടാസ്കിലായതുകൊണ്ട് നിനക്കത് ഡീൽ ചെയ്യാൻ അറിയത്തില്ല, നീ അങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത്, മറ്റേ രീതി ഡീൽ ചെയ്യണ്ടേ, അവനോട് ചോദിക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. നൂറയപ്പോൾ പറയുന്നുണ്ട് എന്തിന്, എനിക്കത് അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല, ഞാനത് ആ രീതി തന്നെ എടുത്തങ്ങ് വിട്ടു. ഞാൻ ടാസ്കിലാണ്, എനിക്ക് ആ ടാസ്ക് കളിക്കണം, ജയിക്കണം, എനിക്കത് നശിപ്പിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അവനെ അത് ഇഗ്നോർ ചെയ്ത് വിട്ടു. അവൻ്റെ ആ ഒരു നോട്ടം, അവൻ്റെ നോട്ടം ശരിയല്ല എന്ന് അതിനകത്തുനിന്ന് തെളിയുന്നുണ്ട്. എന്താണെങ്കിലും അത്ര നല്ല മോനൊന്നും അല്ല നമ്മുടെ കുട്ടൻ. അപ്പോൾ എന്താണെങ്കിലും അനുമോളല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. അനുമോള ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇനി ഇപ്പോൾ ഇത് വേറെ രീതിയിൽ തട്ടിയാൽ. അനുമോളല്ല, നൂറയാണിത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുകൂടെ എല്ലാവരും ഒന്ന് ആലോചിക്കുക. അപ്പോൾ എന്താണെങ്കിലും ആദില പറയുന്നുണ്ട് ആദില നല്ല സീനാക്കി. കാരണം ആദില പറയുന്നുണ്ട് അവൻ നോക്കിയതല്ല എൻ്റെ പ്രശ്നം, നീ റിയാക്ട് ചെയ്ത, അതായത് നൂറ റിയാക്ട് ചെയ്ത രീതി, അതാണ് എൻ്റെ പ്രശ്നം, ശരിയായില്ല, അവനെ എടുത്ത് അങ്ങ് കീറണമായിരുന്നു എന്നുള്ളൊരു മോഡിലാണ് അവിടെ സംസാരം വരുന്നത്. എന്നിട്ട് നൂറ കലിപ്പാവുന്നുണ്ട്. നൂറ പറയുന്നുണ്ട് നീയാണിത് ഇപ്പം നാട്ടുകാരിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, പബ്ലിക്കിലേക്ക്, എനിക്കിത് താല്പര്യമില്ല, ഞാൻ ഇഗ്നോർ ചെയ്ത കേസാ, ഇനി അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാനത് ഹാൻഡിൽ ചെയ്തോളാം, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞ് ആ ഒരു ടോക്ക് അവിടെ തീരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ അപ്പുറത്ത് നമ്മുടെ നെവിനും അക്ബറും ആര്യനും കൂടെ ഇരിക്കുമ്പം നെവിൻ പറയുന്നത് ഈ ആഴ്ചയിലെ കണ്ടന്റ് മൊത്തം ഞാനാണെങ്കിൽ കൊടുത്തത്, ഞാൻ മറ്റേ സെറ്റപ്പാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഇവരൊന്ന് സംസാരിക്കുന്നത്. പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് കുഞ്ഞിന് പഠിപ്പിച്ചു കൊടുക്കാം എങ്ങനെ ഉണ്ടായിരുന്നു അവൻ്റെ സെറ്റപ്പ് എന്ന്. അപ്പം ഇതൊരു സൈഡിലൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ നമ്മുടെ അക്ബറും സാബുമാനും നെവിൻ പോയി ഉറങ്ങി, കൂട്ടത്തിലിരിക്കുന്നത് ആര്യൻ. 3 പേരും കൂടെ ആയിരുന്നു സാബുവിനെ എങ്ങനെ അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്യുക, എങ്ങനെയെങ്കിലും സാബുമാനെ കൂടെ പിടിച്ച് നിർത്തണം. എന്തിനാണെന്നറിയോ, ജയിൽ നോമിനേഷൻ വരുമ്പോൾ ഇവന്മാർ സേഫ് ആവാൻ വേണ്ടി. അതിടയ്ക്ക് വീഴുന്നുണ്ട് ആര്യൻ്റെ വായിന്ന്. ഉടനെ സാബുമാൻ പറയുന്നുണ്ട്, എടാ മോനെ ഞാൻ അങ്ങനെയല്ലടാ, ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയാൽ ശരിയാവത്തില്ലടാ, എനിക്കൊരു നിലപാടുണ്ട്, ആ നിലപാടില്ലാത്തവനായി പോടാ ഞാനെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഷാനവാസിനെ പിടിക്കാൻ ചെന്നതും ആ കഥയൊക്കെ ഇരുന്നാ പറയുന്നത്. അക്ബർ പറയുന്നുണ്ട് ആ വീണ സമയത്ത് ഞങ്ങൾക്ക് പിടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്ക് ശുദ്ധവായുവല്ലേ വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ മാറി നിന്നത്, പുള്ളി അടുക്കിലോട്ട് ചെല്ലാതിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവളുമാർ പ്രശ്നം ഉണ്ടാക്കി, അത് ഞങ്ങളുടെ തെറ്റാണോ, അവളുമാരെന്തിനാ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത്, ഞങ്ങളെന്താ പുള്ളിയെ വല്ലതും ചെയ്യുമോ, അതിനുശേഷം ഞങ്ങൾ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. ഉടനെ സാബുമാനും ഇടയ്ക്ക് കൂടെ പിടിക്കുന്നുണ്ട്. ശരി, അതൊക്കെ വലിയ പ്രശ്നമാണ്, അനുമോൾ ആ പറഞ്ഞത് തെറ്റായിപ്പോയി. സാബുമാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച അടുത്ത ആഴ്ചയായിട്ട് പോകാനുള്ള പരിപാടി ഒപ്പിച്ചുകൊണ്ടിരിക്കുക. അതാണ് അങ്ങോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സാബുമാൻ ഒരു ഇൻഡിവിജ്വൽ ഗെയിമുണ്ട്, ഒരു ഇൻഡിവിജ്വൽ ഗെയിമറായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞാൻ പറയുന്നത് അനുമോളെയും ആദിലെയും നൂറെയും ഒന്നും താങ്ങാൻ പോകണ്ട. അതുപോലെ തന്നെ ഇപ്പറേ നിൽക്കുന്ന അക്ബറിനെയും നെവിനെയും ആര്യനെയും താങ്ങാതിരിക്കുന്നതാണ് സാബുമാന് നല്ലത്. ഇല്ലെങ്കിൽ സാബുമാൻ അധികം വൈകാതെ അവന്മാരുടെ തന്നെ പണി മേടിക്കും. അറിയാലോ, അവന്മാരെ താങ്ങാൻ പോയവന്മാർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. കാരണം 3 നല്ല ഒന്നാന്തരം ചെറ്റകളാണ്. കപ്പിന് വേണ്ടി അവന്മാർ എന്തും ചെയ്യും. നെവിൻ പിന്നെ ഒതുങ്ങാൻ കാരണം നെവിൻ ഏകദേശം മനസ്സിലായിട്ടുണ്ട്, കപ്പും കിട്ടത്തില്ല, ഒരു തേങ്ങയും കിട്ടത്തില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. കാരണം കാണിക്കേണ്ടാത്ത അറാമ്പറപ്പെല്ലാം കാണിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവനത് വലിയ പ്രതീക്ഷ കാണത്തില്ല. എന്നിട്ട് പിന്നെ ഞാൻ കൂളാടാ, ഞാൻ സെറ്റപ്പാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ നല്ല പേടി കുഞ്ഞിന് തട്ടിയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഷാനവാസിന് പറ്റിയ തീർന്നു, നെവിൻ്റെ പിന്നെ ജീവിതം പുറത്തിറങ്ങിയാലും തീരുമെന്ന് ഒരു പേടി വന്നിട്ടുണ്ട്. അക്ബറും ആര്യനും അവന്മാർ പിന്നെ ഇപ്പോഴും എങ്ങനെയെങ്കിലും കപ്പ്, എങ്ങനെയെങ്കിലും ഫൈനൽ 5 അല്ല, എങ്ങനെയെങ്കിലും കപ്പ്, ആ മോഡിലാണ് ഓടുന്നത്. കൊള്ളാം, ആ ഒരു ത്വര കാണിക്കുന്നത് കൊള്ളാം. പക്ഷെ അതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ ഫ്രണ്ടിൽ കിടന്ന് ഈ തേമ്പി വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ ജനങ്ങൾ കല്ല് വലിച്ചെറിയും, ഓട്ടുകുത്തലങ്ങ് നിർത്തും. അത് ഇവന്മാർക്ക് എന്താ മനസ്സിലാവാത്തത്? പക്ഷെ രാത്രി ഇരുന്ന് ഈ സാബുമാനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഓക്കെ, അത് അവരുടെ ഗെയിം സ്ട്രാറ്റജി, കളിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൽ പോയി സാബുമാൻ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേമ്പിപ്പോവും. പിന്നെ സാബുമാനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളൊരു സാധനം അക്ബർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. കാരണം കണ്ടതാ, മനസ്സിലായില്ലേ? അതായത് ഷാനവാസിന് ശ്വാസം കിട്ടാൻ വേണ്ടിയാണോ ചേട്ടന്മാർ മാറിയുന്നത്? അങ്ങനെ ശ്വാസം കിട്ടണമെന്ന് ആഗ്രഹിച്ച് മാറി നിൽക്കുന്നവന്മാർ ഒരിക്കലും ഷാനവാസ് ഡ്രാമ ഇറക്കുവാടാ, പ്രത്യേകിച്ച് ആര്യൻ ഡ്രാമയാടാ എന്ന് ഒരിക്കലും പറഞ്ഞുകൊണ്ട് നിൽക്കത്തില്ല. ആ ഡയലോഗ് അടിച്ചവന്മാരാണ് രാത്രി ഇരുന്ന് പറയുന്നത്
പുള്ളിക്ക് ശ്വാസം കിട്ടാൻ വേണ്ടി മാറിയുന്നതാണ്. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ അഭിനയിക്കാൻ, ജനങ്ങളുടെ മുമ്പിൽ അവന്മാരുടെ ഡ്രാമ ഇറക്കാൻ വേണ്ടി ഷാനവാസിനെ പൊക്കുന്ന സമയത്ത് കയറി പിടിക്കാൻ ചെല്ലുന്നു. ഇതെന്താ കാണുന്നത് നമ്മളൊക്കെ മണ്ടന്മാരോ? എന്തായാലും രാത്രിയിൽ കഴിഞ്ഞിട്ടില്ല, ലൈവ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പോയി നോക്കട്ടെ ഇനി അടുത്ത മാനിപ്പുലേഷൻ എന്തൊക്കെയാണോ അവന്മാരെ ഇറക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. എന്നിട്ട് ബാക്കിയുള്ള പാതിരാത്രി ലൈവ് നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. കൂടാതെ നമ്മുടെ കമന്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് തെലുങ്കി മറ്റേ ക്ലിക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ, പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബും ചെയ്യുക.